ചെയ്തത്. നന്ദി എം വി ജയരാജൻ. കോഴിക്കോട്ട് നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ് കെ എം ആർ, ആലപ്പുഴയിലേക്ക് എത്തുക, ആലപ്പുഴയിലേക്ക് പോവുക, ആലപ്പുഴയിലേക്ക് ടിക്കറ്റ് എടുക്കുക, എത്രയും പെട്ടെന്ന് ഒരു നോക്ക് വി എസിനെ കാണണമെങ്കിൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ അടക്കമുള്ള ഓഫീസുകളിലേക്ക് സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട്, പൊതുദർശനം എത്ര മണിക്കായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട്, വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, ആലപ്പുഴയിൽ വന്നാൽ കാണാൻ കഴിയുമോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ, തൊഴിലാളി നേതാക്കൾ, വീട്ടമ്മമാരൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ അർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഈ വേർപാട് എന്ന് പറയുന്നത്, അദ്ദേഹത്തെ അവസാനമായി കാണുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വേർപാടുകൾ ഉണ്ടാകുമ്പോൾ ഒരു നോക്ക് കാണുക എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ടല്ലാതെ ടെലിവിഷനിൽ പോലും അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് അത്രയധികം ആൾക്കൂട്ടം ഉണ്ടാവും. കോഴിക്കോട്ട് നിന്ന് റിയാസ് ചേരുന്നു. റിയാസ്, MS എടുത്തു പറയേണ്ട ഒരു കാര്യം, വി എസ് അച്യുതാനന്ദനെ മാത്രമാണ് മലയാളി കണ്ണേ കരളെ എന്ന് ഉച്ചത്തിൽ, അതായത് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ നേതാവിന് മാത്രമേ ആ മുദ്രാവാക്യത്തിന് ഏറ്റവും അധികം അർഹതയുണ്ടായിട്ടുള്ളൂ. അത് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനാണ്. അദ്ദേഹം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൻ്റെ വേലിക്കുള്ളിൽ തന്നെ എന്നും ഭദ്രമായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അല്പം മുൻപ് എം വി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ അനീതിക്കെതിരായ പടവാളായിരുന്നു. എവിടെ അനീതിയുണ്ടോ അവിടെ വി എസ് ഉണ്ടായിരുന്നു ശബ്ദമുയർത്താൻ വേണ്ടി. ഈ നീതി കെട്ടാതെ, നീതി നിഷേധിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവിടെ വി എസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ഒരു നോക്ക് പ്രിയപ്പെട്ട സഖാവിൻ്റെ മൃതശരീരം ഒന്ന് കാണാൻ വേണ്ടി ആളുകൾ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തും. പുന്നപ്ര വയലാർ എന്ന് പറയുന്ന മണ്ണ് നമ്മളെല്ലാം ഓർക്കുന്നത് വിപ്ലവ സമരത്തിൻ്റെ പേരിലാണെങ്കിൽ, പിന്നീടത് ചരിത്രം അടയാളപ്പെടുത്തിയത് മറ്റൊരു വിപ്ലവ സൂര്യൻ്റെ പേരിൽ കൂടിയാണ്. ആ വിപ്ലവ സൂര്യൻ ഇന്ന് അസ്തമിച്ചിരിക്കുകയാണ്. സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന ഒരു ഏറ്റവും കരുത്തുറ്റൊരു കമ്മ്യൂണിസ്റ്റ് പോരാളി എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾക്കപ്പുറം അദ്ദേഹത്തെ മലയാളി സമൂഹം ഹൃദയം കൊണ്ട് അത് വിളിച്ചിട്ടുണ്ട്. അതിൽ കക്ഷിയില്ല, രാഷ്ട്രീയമൊന്നുമില്ലാതെ തന്നെ വി എസിനെ എല്ലാവരും അംഗീകരിച്ചൊരു നേതാവാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വി എസിൻ്റെ ഈ വേർപാടിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരായിരിക്കും? അത് മതികെട്ടാനിലെ സാധാരണക്കാരായിരിക്കും, പ്ലാച്ചിമടയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരായിരിക്കും. അങ്ങനെയുള്ള നീതി ഒരു കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ട മനുഷ്യരായിരിക്കും. കാരണം അവർക്ക് വേണ്ടി നീതി ഉറപ്പാക്കാൻ വി എസ് മതികെട്ടാനിലെ മല കയറിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു പ്രായവും അതൊന്നും ആധിക്യമൊന്നും തളർത്താതെ, അതിലൊന്നും തകരാതെ ഒരു ഊർജ്ജസ്വലനായി ആ മല കയറുന്ന തൻ്റെ കൂടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം അവരെക്കാൾ വേഗത്തിൽ ഈ മതികെട്ടാൻ മലയിലും ഒക്കെ കടന്നുപോയ വി എസിനെ നമുക്ക് ഓർമ്മയുണ്ട്. പ്ലാച്ചിമടയിലെ കൊക്കക്കോളയെ കെട്ടുകെട്ടിച്ച സമരം, അതിൻ്റെ മുൻപന്തിയിൽ മൈലമ്മ അടക്കമുള്ള മനുഷ്യരുണ്ടായിരുന്നു. ആ മൈലമ്മ അടക്കമുള്ള മനുഷ്യർക്ക് സാന്ത്വനമായി അവിടെ വി എസ് ഓടിയെത്തിയിരുന്നു. നിരവധി ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് നീതി ലഭിക്കേണ്ടുന്ന വിഷയങ്ങളിൽ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശബ്ദമായി വി എസ് ഉണ്ടായിരുന്നു. ഒരു നായകനുണ്ടായിരുന്നു, ഒരു ജനനായകനുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അവരിൽ പലരും ജനപക്ഷ നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ ജനപക്ഷ നേതാവ് എന്ന രീതിയിൽ കേരളത്തിൻ്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ നേതാവിൻ്റെ പേര് ആ രണ്ടക്ഷരമാണ്, സഖാവ് വി എസ് എന്നുള്ളതാണ്. ആ വി എസ് ആണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ റിയാസിലേക്ക് തിരികെ എത്താം. CPI നേതാവ് KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒരു ചോദ്യവും ചോദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചരിത്രപരമായ ഒരു നിമിഷമാണ്, ഒരു വേർപാടിൻ്റെ നിമിഷമാണെങ്കിൽ തന്നെയും ആ വേർപാടിനേക്കാൾ ജ്വലിച്ചു നിൽക്കുന്നത് വി എസിൻ്റെ ജീവിത ചരിത്രവും രാഷ്ട്രീയ ചരിത്രവുമാണ്. താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷങ്ങളെ നേരിടുന്നത്?